വീണ്ടും സ്വാഗതം കോഫി വിത്ത് സുജയിലേക്ക്. ഇന്ന് കോഫി വിത്ത് സുജയല്ല, ഇനി അങ്ങോട്ട് അനന്തപൂരമാണ്. ഞാൻ നമ്മുടെ പവലിയിലാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ, അനന്തപൂരം. അപ്പോൾ എനിക്കൊപ്പം ഇന്നത്തെ ആദ്യത്തെ അതിഥി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സൈനക്കുട്ടി. സൈനക്കുട്ടി കവിതാലാപനത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയിട്ടാണ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിന് അഭിനന്ദനങ്ങൾ. വെൽ ഡൺ മോളെ. അപ്പോൾ മോള് പഠിക്കുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് GHSS ചെമ്മനാട് എന്നാണ് വരുന്നത്. അപ്പോൾ ചെമ്മനാടിന്റെ അഭിമാനമാണ്. അപ്പൊ നമുക്ക് ആ കവിതയിലേക്ക് ഒന്ന് പോയാലോ? അപ്പോൾ GHSS ചെമ്മനാടിന് വേണ്ടി ഇവിടെ വന്ന് എ ഗ്രേഡ് സ്വന്തമാക്കിയിട്ട് സൈന ആലപിക്കുന്ന കവിത ശ്രീ ബാലഗോപാലൻ കാഞ്ഞങ്ങാടിന്റെ കുരിപ്പുകാലൻ. കവ്വായിപ്പുഴ നീന്തി വരുന്നത് കണ്ടാലവനൊരു വന്നക്രം പോലെ. കവ്വായിപ്പുഴ നീന്തി വരുന്നത് കണ്ടാലവനൊരു വന്നക്രം പോലെ. പഴമക്കാരുടെ നാടൻ പയമയിൽ പറന്നിറങ്ങും പെരുമ്പുലയൻ കുരിപ്പുകാലൻ. ഗ്രാമകഥയിൽ തെളിഞ്ഞു നിൽക്കും കറുപ്പൊടുത്ത് ശ്മശാനവാസൻ ചതുപ്പകങ്ങൾ ഗൃഹങ്ങളാക്കും കിരാതരൂപൻ. പണ്ടെങ്ങാണ്ടോ വസൂരിമാരികൾ രൗദ്രം പൂത്താലാളുകിടപ്പായി. ദണ്ണപ്പുരയിൽ തെളിനീരില്ല, തൊണ്ടവരണ്ടു മരിക്കും കാലം. തീണ്ടാപ്പാടായി തനുവും മനവും ദണ്ണം പൊട്ടിയൊലിക്കും പുഴുവും. മരുന്നു മന്ത്രവും അതിനൊന്നില്ല, മരണം മാടി വിളിക്കും മാരികൾ. ബന്ധവും മറ്റുറ്റവരൊക്കെയും കൗവായിക്കരച്ചെന്നുച്ചം വിളിക്കും കുരിപ്പുകാല. താങ്ക് യു. ആ ഒരു ശബ്ദവിന്യാസം, ഈ കവിതാലാപനം വരുമ്പോൾ സൈന, ഞാൻ സ്കൂളിൽ പഠിച്ച കാലം കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് സൈന ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വരിയും കൃത്യമായി ഉച്ചരിച്ച് വേണം മുന്നോട്ട് പോകാൻ. ആ ഉച്ചാരണത്തിന് മാർക്കുണ്ട്. അതുപോലെ അക്ഷര സ്ഫുടത കൂടുതൽ ശ്രദ്ധിക്കണം കവിതാലാപനമാകുമ്പോൾ. എങ്ങനെയാണ് മോള് ഈ കവിത എനിക്ക് പറ്റുമെന്ന് തിരിച്ചറിഞ്ഞത്? സാധാരണ എല്ലാവരും പോപ്പുലർ ഐറ്റംസിലേക്കാണോ, അതായത് സിനിമാ പാട്ടുകൾ പാടുക, പിന്നണി ഗായികയാവുക. പക്ഷേ കവിതയുടെ വഴി തിരഞ്ഞെടുത്തതുകൊണ്ടാണ്. കവിത ഞാൻ ഏകദേശം ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് തൊട്ടേ ഞാൻ കവിത കലോത്സവത്തിന് പാടുന്നുണ്ട്. പിന്നെ ഈ കവിത എഴുതിയത് ബാലഗോപാലൻ കാഞ്ഞങ്ങാട് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ മാഷെ പരിചയപ്പെട്ടു, പിന്നെ മാഷ കവിത പാടി കേട്ടു, ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ കലോത്സവത്തിന് സംസ്ഥാന കലോത്സവത്തിന് ആദ്യമായിട്ടാണോ ഇത്? അല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എ ഗ്രേഡ് ആയിരുന്നു. അതെ, മാപ്പിളപ്പാട്ടിനായിരുന്നു വന്നത്. മാപ്പിളപ്പാട്ട് എന്നൊരെണ്ണം ആയാലോ നമുക്ക്? ഒരു മാപ്പിളപ്പാട്ട് കൂടി, സൈനമോളുടെ ഒരു മാപ്പിളപ്പാട്ട് കൂടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നാടോടി ഗാനങ്ങൾ മാത്രമല്ല, നമ്മൾ നല്ല അടിപൊളി പാട്ടിലേക്ക്, നല്ല നട്ട വെയിലാണ്, പക്ഷേ നമ്മൾ ആ അടിപൊളി പാട്ടുകളിലേക്ക് പോകും. അപ്പോൾ ആ പാട്ട് ടീമിനെയൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട്. നമ്മുടെ പവലിയന് പുറത്ത് വലിയ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ സൈനമോളുടെ ഒരു മാപ്പിളപ്പാട്ട് കൂടെ. മദിനേശം തിരുതാത്തിനകം പൊരുളറിവിച്ച് ഊതിയണുപ്പിടഹിരണ തരുളരും ചോദിയണച്ചിടനരുളി വികൃതരും മൊളിയാലിതു തെളിവാകെ താനം മനം നിങ്കവെടനമെ ചങ്കമിഖന്തക്കിലായി. മതിനൂറിൻ ചാരി മൊളിയേകി ചാരനതിൽ സാരമതോതിടലായി. ബിന്ദം ദോഷമതിന്താശമതാൻ അരിക്കൊരിൽ അരുമയിൽ മുഷവറത്താലെ കൂടിടലായി. മദിനേശം തിരുതാത്തിനകം പൊരുളറിവിച്ച് ഓതിയണുപ്പിടഹിരണ തരുളരും ചോദിയണച്ചിടനരുളി വികൃതരും മൊളിയാലിതു തെളിവാകെ താനം മനം നിങ്കവെടനമി ചങ്കമിഖന്തക്കിലായി. അപ്പോൾ നമ്മുടെ മലബാറിൽ നമുക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. മലബാറിൽ നിന്ന് എപ്പോഴും ഈ മാപ്പിളപ്പാട്ടെന്ന് കേട്ടാൽ മലബാറിനെ, അവിടെയുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്തു. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഈ മാപ്പിളപ്പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കാണുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, മാപ്പിളപ്പാട്ട് ഇഷ്ടപ്പെടുന്ന ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സൈനയ്ക്ക് സിനിമാ പാട്ടൊക്കെ പാടുന്നതിനോട് എങ്ങനെ താല്പര്യമുണ്ടോ? സിനിമ പാട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് നമ്മൾ ഈ ഒരു പദ്യപാരായണം, അതായത് കവിതാലാപനം, നേരത്തെ ഞങ്ങളൊക്കെ മത്സരിക്കുന്ന സമയത്ത് പദ്യപാരായണം എന്നായിരുന്നു, ഇപ്പോൾ അത് കവിതാലാപന മത്സരമായിട്ട് മാറി. ഈ സിനിമാ ഗാനങ്ങളോടുള്ള താല്പര്യം എങ്ങനെയാണ്? മെലഡി
മെലഡിയാണോ അതോ ഫാസ്റ്റ് നമ്പേഴ്സ് ആണോ? ഞാൻ എല്ലാം പാടും. എല്ലാം പാടും. ഒരു അടിപൊളി പാട്ടുകൂടെ ഈ ശബ്ദത്തിൽ നമുക്കത് കേട്ടാൽ നന്നായിരിക്കും അല്ലേ? പ്രേക്ഷകരോടാണ്. നന്നായി മോള് പാടുന്നുണ്ടെന്ന് പറഞ്ഞു. കുറച്ചൊക്കെ കവിത പിടയ്ക്കും. ജോയ് പറയുന്നു കവിത താടക എന്ന ദ്രാവിഡ രാജകുമാരി വയലാറിൻ്റെ അതാണ് ഇഷ്ടമെന്ന് ഒരാൾ പറയുന്നുണ്ട്. സൈനയ്ക്ക് ഒരുപാട് പേര് കയ്യടി തരുന്നുണ്ട്. ജിജേഷ്, രാജേഷ് പണിക്ക, സൈന മോൾ സൂപ്പർ, സൈന സൂപ്പർ എന്ന് അമ്മയെ പറയുന്നു. അങ്ങനെ നല്ല കമൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈനയുടെ ഒരു അടിപൊളി പാട്ടുകൂടെ കേട്ടാലോ നമുക്ക്? റെഡിയല്ലേ? ഓക്കെ. കസ്തൂരി എൻ്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിൻവിരി മാറത്ത് പടരാൻ മോഹം നീ പട്ടെടുത്ത് പൊട്ട് തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എൻ്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിൻവിരി മാറത്ത് പടരാൻ മോഹം. സൂപ്പർ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മോളെ. ഇനി ഒരുപാട് ഉയരങ്ങൾ സൈന മോൾ കീഴടക്കട്ടെ. നമുക്ക് നേരെ സൈനയുടെ